നടക്കുമ്പോൾ, ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് അനേകർക്ക് യേശുവിൻ്റെ കൂടെ നടക്കുന്നെങ്കിൽ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, 1000 സംവത്സരത്തേക്കാൾ എൻ്റെ അപ്പൻ്റെ വാതിൽ കാവൽക്കാരനായി ഒരു ദിവസം. എങ്ങനെ 1000 ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യനായിട്ട് 1000 ദിവസം കിടക്കുന്നത് വാതിലിൻ്റെ ചുവട്ടിൽ, അപ്പൻ്റെ ചുവട്ടിൽ, അപ്പൻ്റെ അടുക്കൽ, ആ രാജ്യത്തിൽ, ആ സാന്നിധ്യത്തിനകത്ത് ഒരു ദിവസം 1 മണിക്കൂർ കിടക്കുന്നത്, 1000 വർഷം കിടക്കുന്നത്, 1000 വർഷം ലോകത്തിലുള്ള എല്ലാത്തിനു വേണ്ടി ഓടുന്നത്, എൻ്റെ അപ്പൻ്റെ മുമ്പ് ഒരു ദിവസം കിടക്കുന്നത്. എനിക്ക് ആ വാതിൽ കാവൽക്കാരനായിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടം. ഇതാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. എങ്കിൽ അതാണ് പറഞ്ഞത്, ആ ഒരു ഇഷ്ടം ശൗലിലുള്ളത് കൊണ്ടാണ് ആ ഇഷ്ടത്തിനൊത്തവണ്ണം എൻ്റെ അപ്പൻ അയാളെ ശക്തിക്ക് മീതെ ശക്തി കൊടുത്തോണ്ടിരുന്നു, കൃപാവരങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരുന്നു. അയാളിന് യേശു വെളിപ്പെട്ടു. ആ വെളിപ്പെട്ട യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ ദൈവം പ്രസാദിച്ച ആ നിമിഷം മുതൽ അപ്പനെ വെളിപ്പെടുത്താൻ ഇല്ലൂരിയ വരെയും ആത്മാവിൽ ദൈവം വിരട്ടി ഓടിച്ചു, ആത്മാവിൽ സഞ്ചരിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രശ്നമില്ലാത്തതുകൊണ്ടല്ല, സ്വത്രം പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ടല്ല, രോഗവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല. രോഗമൊന്നും ഇല്ലാത്ത ആളായിരുന്നോ ശൗല്? രോഗമുള്ളായിരുന്ന? ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് രോഗം വെച്ചോണ്ട് എന്ത് ചെയ്തു? ഇല്ലൂര് ദേശം വരെ രോഗം ഒരു ഇതായിട്ട് കണ്ടോ? അയ്യോ എനിക്ക് ഒട്ടും എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. കാരണം എന്താ? ഈ ചെറിയ ക്ഷീണേ കാണുള്ളൂ. നമ്മൾ തന്നെ പറയും അപ്പോൾ ഒട്ടുമായി. അടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരിക്കൽ കൂടെ ഒട്ടും വയ്യ, അതും പോയി. അടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് ശകലം വയ്യോ, അതും പോയി. പിന്നെ അടുത്ത് 5ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ആൾ കട്ടിൽ വടി എടുക്കണമെങ്കിൽ ഒരാൾ വേണം, കാല് പൊക്കണമെങ്കിൽ ഒരാൾ, മറ്റേ അങ്ങനെയല്ല. സ്വത്ര അതോ ഇതൊന്നും നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ നാളെ വരുന്ന മഹിമ ഓർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമ ഓർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. ദൈവത്തിന് സ്തോത്രം. നാളെ വരുന്ന മഹിമ ഓർത്താൽ ഇന്നെൻ്റെ ദുഃഖങ്ങളെല്ലാം എന്തോന്നാ? നിസ്സാരം. നമുക്കൊരു ക്ഷീണോ ഭാരം വന്നാൽ അതിനെ വർദ്ധിപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അതിനെ പറഞ്ഞങ്ങ് ചുരുക്കണം. ക്ഷീണം വന്നാൽ പറഞ്ഞു വർദ്ധിപ്പിക്കരുത്. പറഞ്ഞതിനെ ഇടിച്ച് കാൽ കീഴിലാക്കണം. പറഞ്ഞു ആകാശം മുട്ട പെരുപ്പിക്കരുത്. പറഞ്ഞ് അതൊരു ധൂളിയാക്കി പൊടിച്ച് തകർത്ത് തരിപ്പണമാക്കി ആത്മാവിൻ്റെ ശക്തിയോടെ ജയം പ്രാപിച്ച് പുറത്ത് വരണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. ഇന്ന് അനേകർ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് പേർക്ക് ആരെ വെളിപ്പെട്ടിട്ടില്ല. കുറച്ച് പേർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പേർക്കൊന്നും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെട്ടവനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടിനെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തു യേശുവിനെ ആർക്കെങ്കിലും വെളിപ്പെട്ടെങ്കിൽ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സ്തോത്രം. നേരത്തെ സിസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഒരു വരി പറഞ്ഞു, എന്നെ വിടുക, ഞാൻ പോകട്ടെ, എന്നെ വിടുക. ദൈവം പറയും അവനെ നോക്കി, എന്നെ വിട്, ഞാൻ പോട്ടേടാ, എന്നെ വിടുക.
അമ്മേ അമ്മ അപ്പനെ വിടാതെ പിടിച്ചു നിൽക്കുന്ന ഒരു കൃപ. സ്തോത്രം. അവനൊന്ന് കാണും. ദൈവത്തിൻ്റെ മഹത്വം. എന്നെ കേൾക്കുന്ന ആ പ്രിയരെ ഞാൻ പറയട്ടെ, സ്തോത്രം. അനേകർക്ക് വെളിപ്പെട്ടില്ല, കൂടെ നടന്നവർക്ക് വെളിപ്പെട്ടില്ല. എന്നാൽ ഇതാ വേദപുസ്തകം ലൂക്കോസിൽ പറയുന്നു. നോക്കിയേ, 1-2 വാക്യം വായിച്ചിട്ട് അങ്ങനെ പോകുന്നു. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം വായിച്ചേ. അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ കള്ളനെ കൊണ്ടുവന്നു. സ്തോത്രം. വായിച്ചേ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അടുത്ത വരി. മറ്റവനോ ഒരുത്തൻ ദുഷിച്ചു. കണ്ടോ, കൂടെ നടക്കുന്ന ഒരുപാട് പേരിങ്ങനെയാണ്. മാറി നിന്നാലും ദൈവം ഇതെൻ്റെ തലയിൽ വെച്ചല്ലോ. ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ദൈവത്തിനൊരു സെക്കൻഡ് മതിയല്ലോ ഇതൊക്കെ മാറ്റാം. എന്നാലും ഇത് എൻ്റെ മേൽ തന്നെ പിടിച്ചു തന്നല്ലോ. കണ്ടോ, സ്തോത്രം. ഇതെല്ലാം ദുഷിക്കുകയാണ്, വേറെ ആരും കേട്ടില്ല. സ്വത്രം ദുഷിക്കുകയാണ്. അടുത്തവര് വായിച്ചേ. മറ്റവനോ അവനെ ശാസിച്ചു. മറ്റവനോ അവനെ, ആരെ? ഈ പറഞ്ഞവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും. ഇടാ, ഞാൻ നീ ആയി ജയിലിറക്കിയകത്ത് എത്ര വർഷം കൊണ്ട് കിടക്കേടാ. നീ എന്നോടൊപ്പം ഇറങ്ങി വന്നു, പക്ഷേ നിനക്ക് വെളിപ്പെടാത്തതൊന്ന്. ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്, യോഹന്നാനൊക്കെ മാറി നിൽക്കുകയാണ്. പിന്നെ ഒരുപാട് സഹോദരിമാർ മാറി നിൽക്കുന്നുണ്ട്. കുറേ ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? ഓടി ആ ഏരിയ വിട്ട് പോയി. കണ്ടോ, കുറേ ശിഷ്യന്മാരൊക്കെ ഇവിടെ പോയി ഓടി ആ ഏരിയ വിട്ട് പോയി. ഒരു പക്ഷെ എല്ലാവരെയും നോക്കിക്കാണി കള്ളൻ. ഈ കള്ളനെ നോക്കിയിട്ട് ശാസിച്ചിട്ട് പറഞ്ഞു, എടാ, ഞാനും നീയും എത്രയോ വർഷം കൊണ്ട് ജയിലിലാണ് കിടക്കുന്നേ. നമ്മൾ രണ്ടുപേരും വന്ന് ഇവിടെ കിടക്കുക. പക്ഷേ നമ്മൾ അടുത്ത് കിടക്കുന്നത് രാജാവാണെന്ന് നീ കണ്ടോടാ. ഇതാര് പറഞ്ഞു കൊടുത്തു? പറ. ഈ ജയിലിനകത്ത് കിടന്ന കള്ളൻ ഇതാര് പറഞ്ഞു കൊടുത്തു? ഈ കിടക്കുന്ന യേശുവാണെന്ന്. ഇയാൾക്ക് വെളിപ്പെട്ടൊരു വെളിപ്പാട് പോലും 45 വർഷം കൊണ്ട് കിടക്കുന്നു. നമുക്ക് വെളിപ്പെട്ടോ? രാപകൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നോ നമുക്ക് വെളിപ്പെട്ടോ? കള്ളം പറയുന്നു, ശാസിച്ചിട്ട് നമ്മൾ സമശിക്ഷാവിധിയിലായിട്ടും. അടുത്ത്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഒന്ന്, അവന് വെളിപ്പെട്ടത് ദൈവത്തെ ഭയപ്പെടണം. ആർക്ക് വെളിപ്പെട്ടു? പറ. ആർക്ക്? പ്രസംഗം കേട്ടവനാണോ? പ്രസംഗം കേട്ടവന് ഭയമേ ഇല്ല. ഓ, ഇത്രയേ ഉള്ള ബൈബിളില്. ഓ, ഇത്രയേ ഉള്ളല്ലേ? 66 പുസ്തകം ഉള്ളല്ലേ? ഓ, ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലേ? ദൈവത്തിന് സ്വത്രം. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? സ്വത്രം. ഹല്ലേലൂയ. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ കള്ളം പറയുകയാണ്. അയാൾക്ക് പ്രസംഗം അറിഞ്ഞൂടാ. അയാൾ ഒരുപാട് പേർക്ക് പ്രാർത്ഥിച്ചിട്ടുമില്ല, വേറെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ അയാൾക്ക് ഒന്നാമതറിയാം, ദൈവത്തെ ഭയപ്പെടണം. ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ഇതാർക്ക് വെളിപ്പെട്ടു സഹോദരങ്ങളെ? എവിടെ കിടന്ന? തൊട്ട് മുമ്പ് വരെ ജയിലിനകത്ത് കള്ളൻ പാപം ചെയ്ത് ദുഷ്പ്രവർത്തിയിൽ പിടിച്ച കള്ളൻ അറിയാം, ഈ കിടക്കുന്നവൻ ദൈവമാണ്, ആ ദൈവത്തെ ഞാൻ ഭയപ്പെടണം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷം കൊണ്ട് ആരാധിക്കുന്ന നമുക്ക് ഈ ദൈവത്തെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നെന്നറിയാമോ? എത്താത്ത എന്താ? ഭയമില്ല. നമ്മൾ വില കൊടുത്ത് കാണേണ്ടതിൻ്റെ വില കൊടുത്ത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭയമില്ല. ഭയം ഉണ്ടെങ്കിൽ വില കൽപ്പിക്കേണ്ടതിന് വില എന്ത് ചെയ്യും? കൽപ്പിച്ചിരിക്കും. കള്ളന് വെളിപ്പെട്ടു. എന്തെന്ന് വെളിപ്പെട്ടു? ഈ ദൈവത്തെ ഭയപ്പെടണം. ഭയപ്പെടേണ്ടത് ഒരാളിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. വേറെ ആരെയും ഭയപ്പെടേണ്ട? ആരെ? ദൈവത്തെ. ഒറ്റ ആളിനെ ഭയപ്പെട്ടാൽ മതി. സ്വത്രം. സകലത്തിൻ്റെയും ഭയമായവൻ യേശു. അമ്മേ, വാക്യമുണ്ട് അങ്ങനെ. ഭയമായവനെ ഭയപ്പെടണം. ദൈവത്തിന് സ്വത്രം. വായിച്ചെടുത്ത വാക്യം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഒന്ന്, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഒരുപാട് പേർ അവിടെ ഉണ്ട്. അവർ കൂടെ നടന്നവര്, പ്രസംഗം കേട്ടവര്, ഗ്രീക്ക് പ്രഭാഷണത്തിൽ ഇരുന്നവർ, അവർക്കാർക്കും ഇത് വെളിപ്പെട്ടില്ല, ഭയപ്പെട്ടില്ല, പേടിയില്ല. ഇതാ ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ മിടുക്കന്മാർക്കും വെളിപ്പെട്ടില്ല. പക്ഷെ ജയിലിനകത്ത് തടവറയ്ക്കകത്തിരുന്ന കള്ളന് വെളിപ്പെട്ടു. ജീസസ്. അടുത്തവര് വായിച്ചേ. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. 2, ഒന്ന്, അവന് വെളിപ്പെട്ടത് ദൈവത്തെ ഭയപ്പെടണം. 2, പാപം ചെയ്യുന്നവന്
ന്യായമായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടെന്ന് ഇന്ന് പ്രസംഗിക്കുന്നവർക്കും വെളിപ്പെട്ടിട്ടില്ല, കേൾക്കുന്നവർക്കും വെളിപ്പെട്ടിട്ടില്ല. പാവം പച്ചവെള്ളം പോലെ കുടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ കള്ളന് വെളിപ്പെട്ടു. രണ്ടാമത്തെ വെളിപ്പാട്. നമ്മൾ ന്യായമായതിൻ്റെ ശിക്ഷ ഏൽക്കുന്നു എന്നുള്ള വെളിപ്പാട്. പാപം ചെയ്യുന്നവന് ശിക്ഷ ഉണ്ട്. ആമേൻ. അവന് പ്രസംഗം കേട്ടാൽ ശിക്ഷയുണ്ട്, പ്രസംഗം കേട്ടില്ല കർത്താവ്. ഞാൻ ചോദിക്കട്ടെ, സ്വത്രം ഒരു നിയമം കൊണ്ടുവന്നിരിക്കും. നിയമമുണ്ട്, നമുക്ക് ട്രാഫിക് നിയമമുണ്ട് അല്ലേ? 2 വീലർ 4 വീലറൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു നിയമങ്ങളുണ്ട്, ഒരുപാട് റോഡ് നിയമങ്ങളുണ്ട്. സ്വത്രം വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് നിയമമുണ്ട്, ഏതോ വശത്തൂടെ ഓടിക്കണമെന്ന് നിയമമുണ്ട്. അല്ലെങ്കിൽ സ്റ്റിക്കർ ആകുമെന്ന് നമുക്കറിയാം. മാത്രമല്ല സ്വത്രം നമ്മളെ പോലീസ് പിടിക്കുമെന്നറിയാം. എന്തൊക്കെ വേണം എന്ന് സ്വത്രം നിയമമുണ്ട്. അപ്പോൾ ഒരാൾ വണ്ടി 2 വീലറോ 4 വീലറോ പഠിക്കാൻ പോയി, അയാൾക്കൊന്നും അറിഞ്ഞൂടെ, മുറ്റത്തൂടെ ഇട്ട് സ്വന്തമായിട്ട് പഠിച്ച് റോഡെ വണ്ടി കൊണ്ടുപോയി പിടിച്ചു നിർത്തി. സ്വത്രം സാർ അയാൾ ചോദിക്കും, ആ ട്രാഫിക് മാൻ ചോദിക്കും എടുക്കുക, അല്ലെങ്കിൽ പോലീസ് ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ വന്ന് ചോദിക്കും എടുക്കുക, ഈ വണ്ടിയുടെ എല്ലാ ബുക്കും എടുക്കുക, നിനക്ക് ലൈസൻസ് ഉണ്ടോ എടുക്കുക, സ്വത്രം നീ ഇതിനകത്ത് പുക ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എടുക്കുക, എല്ലാം എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഓട്ടിച്ച് പഠിച്ചാൽ ഇതാ വന്നു, നിങ്ങൾക്ക് എന്തിന് ഇതൊക്കെ തരുന്നത് എന്ന് പറഞ്ഞാൽ, നിനക്ക് ഈ നിയമം ഒന്നും അറിഞ്ഞുകൂടെ, നീ ഏത് നൂറ്റാണ്ട് ജീവിക്കുന്നത്? സാർ എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ, വണ്ടി എടുത്തു, ഞാൻ ഓടിച്ച് ഒറ്റയ്ക്കൊക്കെ പഠിച്ചു, വല്ല വിതരം തള്ളി ഉന്തിയൊക്കെ റോഡ് വരെ കൊണ്ടുവന്നു, അതുകൊണ്ട് ഇനി വേറെ ഒന്നും അറിഞ്ഞു. ഞാൻ ഇത് ഇടതുവശത്തൂടെ വണ്ടി ഓടിച്ച് ആർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഞാൻ ഒരറ്റത്തൂടെ നിർത്തി നിന്നുമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് ശല്യപ്പെടുത്തില്ല, പെട്രോൾ അടിക്കുന്നു, പോകുന്നുണ്ട്, വരുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ വിടുവോ? പറ, വിടുവോ? ഇവർക്ക് നിയമം അറിഞ്ഞുകൂടാ എന്നാ വിടുവോ? സാർ എനിക്ക് നിയമം അറിഞ്ഞുകൂടാ സാർ, അതുകൊണ്ടാണ് സാർ എന്ന് പറഞ്ഞാൽ വിടുവോ? പിള്ള പൊയ്ക്കോ കേട്ടാ, നിയമം അറിഞ്ഞുകൂടാത്തോണ്ട് പാവം കൊച്ചു പൊയ്ക്കോ എന്ന് പറയുമോ? അതുപോലെയാണ് വേദപുസ്തകം. നീ നിയമം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഭൂമിയിൽ നിയമമുള്ളതുപോലെ സ്വർഗത്തിലൊരു നിയമമുണ്ട്. നമ്മളെ ഒരു കള്ളക്കളി അവിടെ മറച്ചു വയ്ക്കാനും തിരിച്ചു വയ്ക്കാനും മാറ്റി വയ്ക്കാനും എൻ്റെ കർത്താവിനെ തട്ടിക്കാനും വെട്ടിക്കാനും ഒന്നും പറ്റൂല. മനുഷ്യനെയൊക്കെ തട്ടിക്കാനും വെട്ടിക്കാനും ഒക്കെ പറ്റും, പക്ഷെ ദൈവത്തെ തട്ടിക്കാനും വെട്ടിക്കാനും ഒന്നും പറ്റൂല. സ്വത്രം മനുഷ്യൻ കാണുക നമുക്ക് പലതുമൊക്കെ ചെയ്യാം. ഇല്ല സഹോദരങ്ങളെ, സ്വത്രം ആ മനുഷ്യൻ കാണാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം കാറ്റത്ത് പൊളിഞ്ഞു വീഴും. ദൈവത്തിന് സ്വത്രം. ശ്രദ്ധിച്ചേ, 1 ഇവന് ദൈവത്തെ ഭയപ്പെടണമെന്നുള്ളൊരു വെളിപ്പാട് കിട്ടി. 2 ന്യായമായത് ചെയ്യുന്നവന് ന്യായമായ ശിക്ഷ ഉണ്ടെന്ന് വെളിപ്പാട് കിട്ടി. ആമേൻ. 2 മൂന്നാമത്തെ കാര്യം വായിച്ചേ. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. കണ്ട, പ്രവർത്തിച്ചതിന് യോഗ്യമായത് കിട്ടുമെന്ന് ആർക്കറിയാം? ആർക്ക് വെളിപ്പെട്ടു? ഈ വിധി കൽപ്പിച്ചവർക്ക് വല്ലതും വെളിപ്പെട്ടോ? ഈ ബറവാസിനെ വിട്ടുകയെന്ന് പറഞ്ഞവർക്ക് വെളിപ്പെട്ടോ? കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടോ? ഇത് പറ, വെളിപ്പെട്ടോ? യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നിടത്ത് പോയവരും, അടുത്ത സ്വത്രം നയീനിലൂടെ നടന്നു പോയപ്പോൾ കൂടെ പോയവരും, അത്ഭുതങ്ങൾ അതിശയങ്ങൾ യേശു ചെയ്യുന്നത് കണ്ടവരും, ഗിരിപ്രഭാഷണത്തിന് മണ്ണ് കൂടിയവരും, മരിച്ച ഉയർപ്പിച്ചവരും, കുഷ്ഠരോഗികൾ സൗഖ്യമായവരും, സ്വത്രം ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇവർക്ക് വെളിപ്പെട്ടോ? ഇത് പിന്നെ ആർക്ക് വെളിപ്പെട്ടു? ഒരു പ്രസംഗം കേൾക്കാത്തവനെ. അതാ പറഞ്ഞേ, നമുക്ക് വെളിപ്പെട്ടില്ല, കള്ളന് വെളിപ്പെട്ടു. 1 എന്തോന്ന് വെളിപ്പെട്ടു? ദൈവത്തെ ഭയപ്പെടണം. 2 ശിക്ഷ പാപം ചെയ്യുന്നതിന് ഉറപ്പാണ്. 3 അടുത്ത വാക്യം വായിച്ചേ. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. 3ാമത്തെ വെളിപ്പാട് അവന് കിട്ടിയത് പാപം ചെയ്യാത്ത ഒരുവനാണ് ഈ സർവശക്തനാകുന്ന ദൈവം. അതാ അവൻ നമ്മുടെ നടുവിൽ കിടക്കുന്നടാ. നിനക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ടോ? എത്രയൊക്കെ കിട്ടി ഈ വെളിപ്പാട്? എവിടെ കിട്ടാൻ? ഉൽപ്പത്തി മുതൽ വെളിപ്പാടിന് നമുക്ക് പറയാറിയാം. ദൈവത്തിന് സ്വതന്ത്രം. ഇവിടെ കൂടെ എങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും 100 അല്ലെങ്കിൽ 200 വാക്യം വേണമെങ്കിലും കാണാതെ പറയാൻ. സ്വതന്ത്രം. ദൈവത്തിന് മഹത്വം നമുക്കറിയാം. പക്ഷേ കള്ളന് വെളിപ്പെട്ടത് പോലും 45 വർഷം നടന്നിട്ട് വെളിപ്പെട്ടിട്ടില്ല. 20 വർഷം നടന്നിട്ട് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടും വെളിപ്പെട്ടില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ, നോക്കിയേ. പിന്നെ അവൻ യേശുവെ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. സ്തോത്രം.
പാപം ചെയ്യാത്തവനാണെന്ന് ദൈവം ഒന്ന് വെളിപ്പെട്ടു. ആ ദൈവം എൻ്റെ അടുത്ത് കിടക്കുന്നവനെന്ന് വെളിപ്പെട്ടു. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുമെന്ന് വെളിപ്പെട്ടു. രണ്ട്, പാപം ചെയ്താൽ ശിക്ഷയുണ്ട്, ന്യായമായ ശിക്ഷയ്ക്ക് വീണ് തീരുവെന്ന് വെളിപ്പെട്ടു. മൂന്ന്, പാപമില്ലാത്തവനാണ് ദൈവമെന്ന് വെളിപ്പെട്ടു. ആ ദൈവം എൻ്റെ അടുത്ത് കിടക്കുന്നവനെന്ന് വെളിപ്പെട്ടു. നാല്, ഈ എൻ്റെ അടുത്ത് കിടക്കുന്ന ദൈവത്തിന് രാജത്വമുണ്ട് എന്ന് വെളിപ്പെട്ടു. എന്താന്ന് വെളിപ്പെട്ടു? ദൈവത്തിന് എന്താണെന്ന് വെളിപ്പെട്ടു? ഒരു രാജത്വമുണ്ട്. ഈ കിടക്കുന്നവനാണ് രാജാതി രാജാവ്. ഇവനെ കവിഞ്ഞൊരു രാജാവിന് ഇല്ല. നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങൾ? ഇത് ആർക്ക് വെളിപ്പെട്ടത്? 25 വർഷം പള്ളി പോയ ആളാണോ? കൂടെ നടന്ന ശിഷ്യനാണോ? പിന്നെ എവിടെ കിടന്നവന്? എവിടെ കിടന്നവൻ? ജയിലിനകത്ത് കിടന്നവന്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വെളിപ്പെട്ടോ? എങ്കിൽ നമ്മൾ എങ്ങനെ ആത്മാവിൽ വളർന്നുകൊണ്ടിരുന്നതെന്നറിയാമോ? ആരെങ്കിലും തള്ളണോ? അയ്യോ ഇന്ന് ആരാധനയുണ്ട്, തള്ളണോ? ഇന്ന് ഇന്നതുണ്ട്, തള്ളണോ? തള്ളയും വേണ്ട, ഉന്തയും വേണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ മുന്നിലായിരിക്കും. ഏത് മുന്നിൽ? ആത്മാവിൻ്റെ കൃപയോടെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് നിൽക്കും. ആ കർത്താവിൻ്റെ കൂടെ നിൽക്കും. കാരണം ഇതൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം വേറെ ആരെയും പഴിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും അല്ല സ്നേഹിതരെ. ഞാൻ ഉള്ള കാര്യം എന്നെയും കൂടെ ചേർത്ത് വെച്ച് പറയാം. കാണേണ്ടും വേണം അപ്പനെ കാണുകയോ, അപ്പനെ സ്നേഹിക്കേണ്ടും വേണം അപ്പ എന്നെ സ്നേഹിച്ചവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയോ പറ്റുന്നില്ല. ഇതാണ് സത്യം. ഇത് രണ്ട് സമ്മതിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കി 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 കുറേ റൂട്ടുകൾ കണ്ടുപിടിച്ച് ഞാൻ അതുകൊണ്ടാണ്, ഞാൻ ഇപ്പുറത്തത് ഇതുകൊണ്ടാണ്, ഞാൻ അപ്പുറത്തത് ഇതുകൊണ്ടാണ്, ഞാൻ ഇവിടത്തെ ഇതുകൊണ്ടാണ്, ഞാൻ അവിടെ കൂടെ ഉള്ള ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇതാണ് അതാണെന്ന് പറയും. ഇതിൻ്റെ മെയിൻ കാരണം ഒന്ന്, എന്തില്ല? യേശുവിനെ വെളിപ്പെട്ടില്ല. രണ്ട്, എന്നെ സ്നേഹിച്ച പോലെ എനിക്ക് എൻ്റെ യേശുവിനോട് സ്നേഹമൊന്നും ഇല്ല. ഇത് ഞാൻ എന്നെ കണ്ട് എന്നോട് പറയണം. നീ കെട്ടിപ്പൊക്കുന്നുണ്ട്. 1ാമത്തെ നിലയായി, 2ാമത്തെ നിലയായി, 3ാമത്തെ നിലയായി, നീ 15 നില എത്തി. 15ാമത്തെ മണ്ടയിൽ 16ാമത്തെ നില കെട്ടിപ്പൊക്കാൻ നിൽക്കുകയാണ്. പക്ഷെ നീ കെട്ടിപ്പൊക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കാണുമ്പോൾ നിനക്ക് 15ാമത്തെ മണ്ടയിലുള്ള കാര്യവും അറിയാം. പക്ഷേ നിന്റെ തൊട്ടിപ്പുറത്തൊരുത്തൻ പണിയുന്നുണ്ട്, ആരും കാണാതെ ആഴത്തിൽ. ഇതുവരെയും ബേസ്മെൻറ്റ് കഴിഞ്ഞ് 1ാമത്തെ നില കഴിയുന്നില്ല. അവൻ ആഴത്തിൽ പണിതിരിക്കുക. അവൻ ആഴം കണ്ട് പണിതു. ആർക്കും കാണാൻ പറ്റാത്തത് അവൻ പണിതുകൊണ്ടിരിക്കുന്നു. എന്താ അതിൻ്റെയൊക്കെ സാരം? അവൻ ചെയ്യുന്നതെല്ലാം അപ്പൻ്റെ മഹത്വത്തിനായിട്ട്. അവൻ്റെ ചിന്ത മുഴുവനും സ്വർഗമാണ്. അവൻ്റെ ചിന്ത ആൾക്കാരെ കാണിക്കാനല്ല. അവൻ വചനപ്രകാരം ആഴത്തിൽ ഉറപ്പിടുകയാണ്. അവൻ മനുഷ്യനെ കാണിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത് ആഴത്തിൽ കുടിച്ച് 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 പണി ചെയ്യുകയാണ്. പുറത്തൂടെ ഉള്ളവൻ 1, 2, 3, 10, 15, 20 നില എത്തി. എല്ലാവരും അവനെ പ്രശംസിച്ചു, മറ്റവനെ പ്രശംസിച്ചില്ല. പക്ഷെ പ്രശംസ അടക്കി വെക്കുന്നവനാണ് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നവൻ. അവനെ പ്രശംസിപ്പാൻ ഒന്നുമില്ല, അവനെ പുകഴാൻ ഒന്നുമില്ല. അവന് ക്രിസ്തുവിൻ്റെ ഹിതമുള്ളത് മാത്രം ആഴത്തിൽ കുഴി. ആമേ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആഴത്തിലുള്ള പണി എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ പണി, സ്വർഗത്തിലെ നിക്ഷേപം സ്വരൂപിക്കുന്നതാണ് ആഴത്തിലെ പണി. അത് മനുഷ്യൻ ആർക്കും കാണാൻ പറ്റൂല. അത് ആത്മാവിന്റെ പണിയാണ്. അത് ആത്മാവിന്റെ പണിയാണ്. അത് ആത്മാവിന്റെ. ആമേൻ 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 ആമേൻ. വെളിപ്പെട്ടാലേ ഫലമുള്ളൂ. വെളിപ്പെട്ടാലേ ഫലമുള്ളൂ. വെളിപ്പെട്ടാലേ ഫലമുള്ളൂ. വെളിപ്പെട്ടാലേ ഫലമുള്ളൂ. വെളിപ്പെട്ടാലേ ഫലമുള്ളൂ. അതാ വെളിപ്പാടുള്ളവൻ ആഴത്തിൽ പണിയും. വെളിപ്പാടുള്ളവൻ ആഴത്തിൽ പണിയും. വെളിപ്പാട് ക്രിസ്തുവിനെ വെളിപ്പെട്ടവന്റെ പണി ആഴത്തിൽ. അവൻ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് 2 പണി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് പാറമേലും ഒന്ന് മണലിൻ്റെ പുറത്തും. ക്രിസ്തുവിലെ പണി, മണലിൻ്റെ പുറത്തുള്ള പണി. ലൂക്കോസ് 14-ാം അധ്യായത്തിനകത്ത് 2 പണി കൊടുത്തിട്ടുണ്ട്. അത് ആഴത്തിൽ കുഴിച്ചുള്ള പണിയും അത് വേഗത്തിൽ ടപോന്ന് തീർക്കുന്ന പണിയും. പുറത്തൂടെയുള്ള പണി 1, 2, 3, 4 എല്ലാം എത്തുന്നുണ്ട്. അർത്ഥം പുറമെ നോക്കുമ്പോൾ പാട്ടുണ്ട്, എന്നെപ്പോലെ പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, എല്ലാമുണ്ട്. പണിത് കൊട്ടാരം എവിടെത്തി?
ആകാശം മുട്ടെത്താറായി. പക്ഷെ എൻ്റെ കൂടെ നിന്നവൻ്റെ പണി പുറത്ത് കാണാനില്ല. പക്ഷേ അടിത്തറ ബലം. അടിത്തറ എന്താ അതിൻ്റെ അർത്ഥം? ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ആരും കാണാത്ത പണി എന്ന് പറഞ്ഞാൽ ഒന്ന് ആത്മാവിൽ പണിതത്, രണ്ട് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം പണിതത്, മൂന്ന് ആർക്കും അപകരിക്കാൻ പറ്റാത്ത നിലയിൽ പണിതത്. സ്വത്രം. ഇനി ഒരെണ്ണം പറയുമ്പോൾ അടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകും. സ്വത്രം. ഈ ആഴത്തിൽ പണിതവൻ്റെ ജീവിതം രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ. പുറത്തുകൂടെ 15ാമത്തെ നില കഴിഞ്ഞ് 18ാമത്തെ നിലയിൽ മുകളിൽ നിൽക്കുന്ന ആൾ പണിതെന്ന് വെച്ചാൽ പള്ളിക്കകത്ത് വരുമ്പോൾ ആൾ കാണുമ്പോൾ പറയും, എന്തൊരു സമാധാനമല്ലേ, ആ സിസ്റ്റർ എന്തൊരു പ്രൈസിലോട് ഗ്ലോറി അല്ലേ, കാണുമ്പോൾ തന്നെ കൈ തന്ന് ചേർത്ത് പിടിച്ച് എന്തൊരു സ്നേഹമല്ലേ, ഓ ജീസസ് ഹല്ലേലൂയ. അവരടുത്ത് പോകുമ്പോൾ എന്തൊരിതല്ലേ, അവരെന്ത് സൗമ്യതയോടെ അല്ലേ സംസാരിക്കുന്നത്, അവർക്ക് കോപമില്ല കേട്ടോ, അവരുടെ കുടുംബത്തിൽ എന്ത് ആനന്ദമായിരിക്കും എന്നായിരിക്കും ചിന്തിക്കുന്നത്. പണിത് എവിടെ ഇരിക്കുന്നത്? മണ്ടയിൽ, ഏറ്റവും മണ്ടയിൽ. വീട്ടിൽ ചെല്ലുമ്പം പാത്രമടി, ദേഷ്യം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പല്ലുണ്ടോ, നീ പണിയുന്നതെല്ലാം പുറത്തൂടെ. മറ്റവൻ പണിതത് ആഴത്തിൽ, അവൻ്റെത് പുറത്തൊന്നും കാണാനില്ല. അർത്ഥം എല്ലാ രഹസ്യ ജീവിതവും കറയില്ലാത്തത്. അതാ വെളിപ്പാട് പ്രാപിച്ചാലേ പറ്റും നമുക്ക്. ഇല്ലാതെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കുറേയൊക്കെ ഞാനും നിങ്ങളൊക്കെ ചെയ്ത് കുട്ടിവെക്കും, ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. ആൾക്കാരെ കാണിക്കാൻ 15 നില 25 നില ഞാൻ പണിത് ടോപ്പിലെത്തി. പ്രശ്നം വരുമ്പോഴുണ്ട്, ഗ്യാസ് വിട്ട് പെറ്റിത്തെറിക്കും പോലെ തെറിച്ചും പോകും. അപ്പം മനസ്സിലാകും ഈ പണി വെന്തുപോയി. കാരണം എന്താ? പണിതത് ആഴത്തിലല്ല, മറ്റത് ആഴത്തിൽ വേരുണ്ട്, വേര് താങ്ങി നിർത്തും. ഇതിനാട്ടം വന്നാലും വീഴില്ല. ഇതിൻ്റെ വേര് ആഴത്തിലോട്ട് പോയിരിക്കുന്നു. ആഴത്തിൽ 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 അതിനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയുന്നെന്ന് പറഞ്ഞാൽ സ്വത്രം. ആ പരസ്യ ജീവിതം പോലെ തന്നെയാണ് ആ രഹസ്യ ജീവിതവും. പരസ്യ ജീവിതം പോലെ തന്നെയാണ് രഹസ്യ ജീവിതവും. എൻ്റെ മുറിക്കകത്തുള്ള ജീവിതം തന്നെയാണ് എൻ്റെ പുറത്തുള്ള ജീവിതവും. ഞാൻ എൻ്റെ മുറിക്കകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് എന്നെ ചിന്തിക്കുന്ന ആ ചിന്ത തന്നെയാണ് പുറത്തുള്ള ജീവിതവും. എന്നാൽ പുറത്ത് ഞാൻ ഒരു നാടകം നടത്തി, കുറെ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് അഭിനയിച്ചിട്ട് അകത്ത് ചെന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന മനുഷ്യനൊക്കെ ദൈവം പറയും, പൈതലേ നിന്റെ പാടി 25ാമത്തെ നിലയിലെത്തി, പക്ഷേ ഒരു ഇതുമില്ലാതെ പൊട്ടി തകർന്ന് തരിപ്പണാകാൻ സമയമായി. കാരണം നീ പണിത് ആൾക്കാരെ കാണിക്കുക എല്ലാം ചെയ്ത് മണ്ടയിലെത്തിച്ചു, പക്ഷെ സംഭവം എന്തില്ല? പണിതെല്ലാം പ്രാർത്ഥിച്ചതെല്ലാം വചനം വായിച്ച എല്ലാ ആളുകളെ കാണിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ജീവിതത്തിന് വേണ്ടിയല്ല, എന്നെ ശുദ്ധീകരിക്കാനോ എന്നെ കഴുകാനോ എന്നിലേക്ക് നോക്കാനോ എൻ്റെ കുറവുണരാനോ ഒന്നുമല്ല ചെയ്തതെല്ലാം വേറെ എന്തിനും ഉണ്ട്. വെളിപ്പാട് നമുക്ക് വചനത്തിനകത്തുള്ള ആഴം എനിക്ക് നിങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടാത്തടത്തോളം കാലം എന്തൊക്കെയൊക്കെ പണി ചെയ്ത് വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് കിടന്നവൻ എന്ത് കണ്ടു? ദൈവത്തിന് സ്തോത്രം. 1, ദൈവത്തെ ഭയപ്പെടണമെന്ന് കണ്ടു അവൻ. 2, ആ കള്ളന് വെളിപ്പെട്ടു, പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ടെന്ന് വെളിപ്പെട്ടു. 3, തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 3ാമത്തെ കാര്യം എന്തെന്നാ? നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കിട്ടുമെന്നുള്ളത് വെളിപ്പെട്ടു. അടുത്ത് ഇവനോ അരുതാത്തതൊന്നും യേശു ഒരു പാപം ചെയ്യാത്തവനെന്ന് വെളിപ്പെട്ടു. അടുത്ത് പിന്നെ അവൻ യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. 4ാമത്തത് യേശു പിന്നെ രാജത്വം ഉണ്ടെന്ന് മനസ്സിലായി. യേശു ആരാണ്? രാജാതിരാജാവെന്ന്. യേശു ആരെന്ന്? ഈ രാജാവിനേക്കാൾ വലിയൊരു രാജാവില്ലെന്ന് ആക്ക് വെളിപ്പെട്ടു. പറ, ഇവനെ തകർക്കാൻ പറ്റുമോ? വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ
കാറ്റടിച്ചു, വന്മഴ പെയ്തു, നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരത്തിൽ, തളർന്നു പോകാതെ കരുതലിൻ കരത്തിൽ നടത്തിയ വഴികൾ ഓർത്താൽ വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ഞാൻ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുന്നിൽ വിശാലവാതിൽ. ഞാൻ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുന്നിൽ വിശാലവാതിൽ. യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും, യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും. വന്മഴ പെയ്തു, നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു, നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. ഞാൻ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുന്നിൽ വിശാലവാതിൽ. ഞാൻ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുന്നിൽ വിശാലവാതിൽ. യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും, യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും. ഹല്ലേലൂയ. തകരുമെന്ന് വിചാരിച്ചു അല്ലേ? തകരും, നീ തീർന്നു പോകൂടാന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ അവൻ ആരും കാണാതെ പണിതതെല്ലാം ആഴത്തിൽ, പ്രാർത്ഥനയെല്ലാം രഹസ്യത്തിൽ, ജീവിതമെല്ലാം അയാളുടെ അകത്തുള്ള ആഗ്രഹവും ആവേശവും പണിയും പ്രാർത്ഥനയും മുഴുവനും അക്കരെ എറിഞ്ഞുള്ളതാണ്, നിത്യതയിൽ എറിഞ്ഞുള്ളതാണ്, സ്വർഗത്തിൽ എറിഞ്ഞുള്ളതാണ്. ഇവിടെ ആർക്കും അപകരിക്കാൻ പറ്റാത്ത ആ നിത്യതയിലേക്ക് എറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ ആരാധനയും പ്രാർത്ഥനയും ജീവിതവും അത് ആഴത്തിലാകയാൽ മനുഷ്യർക്കത് കാണാൻ പറ്റിയില്ല എത്ര ആഴമുണ്ടെന്ന്. പക്ഷെ കാണേണ്ടവൻ കണ്ടു ഇവൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന് എത്ര ആഴമുണ്ടെന്ന്. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഇവൻ്റെ പ്രാർത്ഥനയ്ക്ക്, ഇവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, ഇവൻ്റെ വിശുദ്ധിയുടെ ആഴം, ഇവൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ഇവൻ എത്രമാത്രം ഉണ്ട് ഇവൻ്റെ അകത്തുള്ള ആ ഒരു വിശുദ്ധ ജീവിതം, ഇവൻ്റെ രഹസ്യവും പരസ്യവും എങ്ങനെയാണെന്ന് ഈ ലോകത്തിൽ ആർക്കും വെളിപ്പെട്ടില്ല. എല്ലാവരും പറഞ്ഞു ഇത് തീർന്നു പോകുമെന്ന്. എടാ, നിന്റെ കൂടെ ഇറങ്ങിയവൻ കണ്ടോടാ, അവൻ 18 നിലയേടാ, എന്നാൽ നിന്റെ ഒറ്റ നില പോലും ആയില്ലല്ലോടാ, നീ ഏതും ആയില്ലല്ലോടാ എന്ന് പറഞ്ഞ സ്ഥാനത്തും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? പതുക്കെ പണിതവരെല്ലാം രഹസ്യത്തിൽ പണിതു, വചനപ്രകാരം പണിതു, ക്രിസ്തുവിൽ പണിതു, ആർക്കും അപകരിക്കാത്ത രീതിയിൽ പണിതു. രഹസ്യവും പരസ്യവും ഒരുപോലെ പണിതു. പുറം സാക്ഷി ആവശ്യമാണ്, പക്ഷെ അവൻ നോക്കിയത് മുഴുവനും എൻ്റെ ദൈവം എന്നെ കാണുമ്പോൾ എൻ്റെ മുറിക്കകത്ത് എൻ്റെ ചുവരുകൾ ടേപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെയൊക്കെ ചിന്തിച്ചതാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ മുറിക്കകത്ത് ആരുമില്ലെങ്കിലും, നമ്മുടെ മുറിക്കകത്ത് നമ്മളൊക്കെ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത് കൂടുതലും. ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്വത്രം. അപ്പം ചിന്തിച്ചു പോയതാണ് ഞാൻ, കർത്താവേ, എൻ്റെ റൂം എപ്പോഴും ലോക്ക് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഈ ചുവരുകൾക്ക് എന്നെ നല്ലവണ്ണം അറിയാം, ദൈവത്തിനറിയാം, ഓക്കെ. പക്ഷേ ഈ ചുവരുകൾക്ക് നല്ലവണ്ണം അറിയാം. ചുവരുകൾ എന്നെ ടേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ റൂം മുഴുവൻ എന്നെ ടേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെല്ലാം പുറം ടേപ്പ് ചെയ്യുമ്പോൾ എൻ്റെ അകവും പുറവും ടേപ്പ് ചെയ്യുന്നൊരു ക്യാമറ സ്വർഗത്തിൽ 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയം ടേപ്പ് ചെയ്യുന്ന, എൻ്റെ ചിന്താമണ്ഡലം ടേപ്പ് ചെയ്യുന്ന, എൻ്റെ വിചാര വികാര തലങ്ങൾ ടേപ്പ് ചെയ്യുന്ന, പാവത്തിൻ്റെ തല ഉണരുന്ന സ്ഥലം ടേപ്പ് ചെയ്യുന്ന
ഒരു ക്യാമറ എൻ്റെ പ്രാണപ്രിയന്റെ മുൻപിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുമ്പിൽ എനിക്ക് എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുമോ? ഇല്ല. മറ്റവൻ പണിതത് അത് കണ്ടു പണിതു. അതൊന്നും മനുഷ്യൻ കണ്ടില്ല. അതെവിടെ കണ്ടു? മണ്ണിൻ്റെ അടിയിൽ. കാണാത്തടുത്ത് ആരും അറിഞ്ഞില്ല. ആരും നോക്കുമ്പോൾ പുറം മാത്രമേ അറിയാവൂ. പക്ഷെ അയാൾ പ്രാർത്ഥിച്ചതും ജീവിച്ചതും വിതച്ചതും നട്ടതും ഫലം കായ്ച്ചതും എല്ലാം ആഴത്തിനകത്തു നിന്നാണ്. അർത്ഥം ആർക്കും അപകരിക്കാൻ പറ്റാത്ത യേശുവിനാകയാൽ. അടുത്തവര് വായിച്ചേ, കണ്ടോ? കള്ളന് വെളിപ്പെട്ടു യേശു ആരാണെന്ന്, രാജാതി രാജാവാണെന്ന്. എടാ, നമ്മുടെ അടുത്ത് കിടക്കുന്നില്ലടാ, അവൻ ആരാണ്? രാജാതി രാജാവാണെന്ന് വെളിപ്പെട്ടു. അടുത്ത വരി, എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവിന് രാജത്വമുണ്ടെന്ന് മനസ്സിലായി. അടുത്ത്, ഈ ലോകത്തിലുള്ള ആരും എന്നെ ഓർക്കൂല, ഓർത്ത ഫലവും. നിങ്ങൾക്ക് എത്ര വെളിപ്പെട്ടു? കള്ളന് വെളിപ്പെട്ടത്. ലോകത്തിലുള്ള ആരും എന്നെ ഓർക്കാനില്ല, അവർ ഓർത്ത പ്രയോജനവും. ചിലപ്പോൾ 1000-500 രൂപ കായ് തന്നിരിക്കും ഓർത്താൽ, അല്ലേ? അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ 1000 രൂപ തന്നെന്ന്, അല്ലെങ്കിൽ 2000 രൂപ തന്നെന്ന്, അല്ലെങ്കിൽ 5000 രൂപ തന്നെന്ന്, അത്രയേ ഉള്ളൂ ഓർത്താൽ. പക്ഷേ കള്ളന് ഇവിടെ ഓർക്കണമെന്നല്ല, എന്നെയും കൂടെ. അപ്പം നീ ഓർത്താൽ സ്വർഗം എനിക്ക് ഉറപ്പാ. നീ കണ്ടോ വെളിപ്പാട്? കണ്ടോ എത്ര കാലം കൊണ്ട് അപ്പൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ വെളിപ്പാട് വന്നോ സഹോദരങ്ങളെ? നമുക്ക്, എനിക്കും നിങ്ങൾക്ക് വെളിപ്പെട്ടോ? എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടോ? ആ ക്രിസ്തുവിനെ വെളിപ്പെട്ടോ? ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കർത്താവ് രാജാതി രാജാവെന്ന് വെളിപ്പെടുന്നുണ്ടോ? പാപത്തിന് ന്യായമായ ശിക്ഷയുണ്ടെന്ന് വെളിപ്പെടുന്നുണ്ടോ? ഓ സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നീതിമാനാണെന്ന് വെളിപ്പെടുന്നുണ്ടോ? ദൈവത്തെ മാത്രം ഭയപ്പെടണമെന്ന് വെളിപ്പെടുന്നുണ്ടോ? ഇല്ല. ഈ കള്ളന് വെളിപ്പെട്ടു. ഇനി ആരെന്നെ നമ്മൾ പറയുന്നതാണ്, കർത്താവേ എന്നെ ആരും എനിക്കില്ല, എനിക്കാരും. കള്ളം പറയുന്നതാണ്, ഇവിടെ ആരും ഇല്ലെങ്കിൽ എനിക്ക് അതൊന്നും പറഞ്ഞെല്ലാം പറഞ്ഞോ? യേശോപ്പ എന്നെ ഇവിടെ നിന്നുണ്ടല്ലോ, ഈ ജയിലിൽ നിന്ന് ഇറക്കാനൊന്നും ആരുമില്ല, ഇപ്പം കൊലക്കളത്തിൽ കിടക്കുകയാണ്. കർത്താവ് എന്നെ ഇവിടെ നിന്ന് ഇത്തിരി ഫ്രീ ആക്കാൻ പറ്റും, ഞാൻ 5 വർഷമെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞോ? പിന്നെ ഈ കള്ളം പറയണം, എന്നെ കൂടെ ആരും ഓർക്കണ്ട, എന്നെ നീ ഓർത്താൽ. യേശു ഓർത്താ വേറെ ആരും ഓർക്കണ്ട. നമ്മളെ യേശു ഓർത്തില്ല, മറന്ന ഞാൻ പറയാം പോക്ക്. ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും എന്നെ ഓർത്തിട്ട് യേശു ഓർക്കാതിരുന്ന പോക്ക്. പക്ഷെ യേശു എന്നെ ഓർത്താൽ മുഴുവൻ പേര് മറന്നാലും. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. യേശു എന്നെ ഓർത്താൽ അവൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞു. എത്ര വെളിപ്പാട് നോക്കിയേ, 1-2 വെളിപ്പാടാനോ? പത്രോസിന് ഒരിക്കൽ വെളിപ്പെട്ടു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന, അത്രയേ ഉള്ളൂ. ഇവൻ എത്ര വെളിപ്പാട് നോക്കിയേ? ഇവൻ ആര്? പ്രസംഗം കേട്ടവനാണോ? ഗിരിപ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നോ? അത്ഭുതം കണ്ടോ? 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന കണ്ടോ? രോഗിയെ സൗഖ്യമാക്കുന്ന കണ്ടോ? ഭൂതങ്ങളെ പുറത്താക്കുന്ന കണ്ടോ? ലഘുവിൻ്റെ ബാധ അടിച്ചത് കണ്ടോ? കുഷ്ഠരോഗി 10 പേരെ സൗഖ്യമാക്കിയത് കണ്ടോ? കൂടുതൽ കാഴ്ച കൊണ്ട് കൊടുത്തത് കണ്ടോ? സ്തോത്രം, ആമേ. മരിച്ചവരെ ഉയർപ്പിച്ചത് കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ല. ഇവൻ ജയിലിൽ കിടക്കുകയായിരുന്നു. പക്ഷേ കണ്ടവർക്കാർക്കും വെളിപ്പെട്ടില്ല. പക്ഷെ കാണാത്തവർ വെളിപ്പെട്ടു. കണ്ടവർക്കൊന്നും വെളിപ്പെട്ടില്ല, കാണാത്തവർക്ക് വെളിപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വെളിപ്പെട്ടോ? ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം? വെളിപ്പെട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. 1, ആരെ ഭയപ്പെടണമെന്നവന് വെളിപ്പെട്ടു. 2, ചെയ്യുന്ന പാപത്തിന് ശിക്ഷയുണ്ടെന്ന് മനസ്സിലായി, വെളിപ്പെട്ടു, ദൈവം വെളിപ്പെടുത്തി. 3, സ്വത്രം, ഞാനും നീയും സമശിക്ഷാവിധി എന്ന് വെളിപ്പെട്ടു. സ്വത്രം, ആ ശിക്ഷയുടെ അനുഭവമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. 3, എൻ്റെ അടുത്ത് കിടക്കുന്നവനിൽ പാപമില്ലാത്തവനാണെന്ന് വെളിപ്പെട്ടു. എൻ്റെ പാപത്തെ ക്ഷമിക്കാൻ പാപമില്ലാത്തവനെ പറ്റൂ, അത് എൻ്റെ അടുത്ത് കിടക്കുന്നെന്ന് വെളിപ്പെട്ടു. കള്ളന്. സ്വത്രം. 4, സ്വത്രം, ഇത് രാജാതി രാജാവെന്ന് വെളിപ്പെട്ടു. രാജാതി രാജാവ് മാത്രമല്ല, ഇവനൊരു രാജത്വമുണ്ട്. ഈ കള്ളൻ ആര് പറഞ്ഞു കൊടുത്തു? മുകളിൽ രാജാവ്, ഭൂമിയിൽ രാജാവ്, 1000 ആണ്ട് രാജാവ്. ഇതെല്ലാം ഒറ്റ വരിയിലുണ്ട്. ഇതാർക്ക് വെളിപ്പെട്ടു? ആർക്ക് വെളിപ്പെട്ടു? നമുക്ക് വെളിപ്പെട്ടോ? ഇല്ല. അതല്ല ഇപ്പോഴും താന്ന് കിടക്കുന്നത്. ആത്മീയമായി പുഷ്ടിയില്ലാത്ത കാര്യം എന്താ? വെളിപ്പെട്ടില്ല. അടുത്ത് ഇവൻ പറയുന്നു, വേറെ ആരും ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ഓർത്താൽ. അപ്പ എന്നെ ഓർക്കേണ്ടത് നീയാണ്. എന്നെയും കൂടെ അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ
എന്നെയും കൂടെ ഓർക്കണം. നമുക്ക് വെളിപ്പെട്ടോ? അടുത്ത വരി. യേശു അവനോട്, ഓ, ഇതുവരെ യേശു മിണ്ടിയില്ല. ഞാൻ പറയട്ടെ, ഒരുപാട് വർഷം കൊണ്ട് വചനം വായിക്കുന്നവരല്ലേ, വെള്ളം വെളിപ്പെട്ടോ? സ്നാനപ്പെടാത്തവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്നാനമെങ്കിലും വെളിപ്പെട്ടോ? സ്നാനപ്പെട്ടവരോട് ചോദിക്കട്ടെ, സ്നാനപ്പെട്ട് എങ്ങനെ ജീവിക്കണമെന്ന് വെളിപ്പെട്ടോ? ഇനി പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് ഇതുവരെയെങ്കിലും വെളിപ്പെട്ടോ? ഇനി ആഗ്രഹമുള്ളവർ ചോദിക്കട്ടെ, അതിന് സമയം കണ്ടെത്തി എൻ്റെ അപ്പൻ്റെ മുമ്പിൽ വീണ് കിടക്കണം എന്ന് വെളിപ്പെട്ടോ? അപ്പൻ്റെ അടുത്ത് കിടന്നാൽ എനിക്ക് ദൈവം തരുമെന്നുള്ള ഉറപ്പ് വെളിപ്പെട്ടിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കിടക്കാൻ താല്പര്യമുണ്ടോ? ഈ പാപം ചെയ്താൽ പോക്കാണെന്ന് വെളിപ്പെടുന്നുണ്ടോ? ആഴത്തിൽ പണിയണമെന്ന് വെളിപ്പെടുന്നുണ്ടോ? പുറത്തൂടെ പണിയുന്നെല്ലാം പോക്കാണെന്ന് വെളിപ്പെടുന്നുണ്ടോ? മറ്റുള്ളവരോട് കർത്തൃത്വം നടത്താൻ പാടില്ലെന്ന് വെളിപ്പെടുന്നുണ്ടോ? സ്വതന്ത്രം. ലൂസിഫർ കർത്തൃത്വം നടത്താൻ പോയി. എവിടെ കർത്തൃത്വം നടത്താൻ പോയേ? സ്വർഗത്തിൽ ഏറ്റവും മണ്ട ഇരുത്തിയിരുന്നവനാണ് ആര്? ലൂസിഫർ. അവനെ വെട്ടി വീഴ്ത്താൻ കാരണം നിഗളം വന്നു, കർത്തൃത്വം നടത്തി. എന്താണ് കർത്തൃത്വം? ഞാൻ പറയുന്നത് തന്നെ ചെയ്താൽ മതി എന്നാണ്. ചിലരൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയും. അവരുടെ മേൽ കർത്തൃത്വം. ചില ആൾക്കാർ അങ്ങനെയല്ല. ചില ആൾക്കാർ അങ്ങനെ കർത്തൃത്വം നടക്കില്ല. നിങ്ങൾ ശുശ്രൂഷ ഫീൽഡ് നോക്കുമ്പോഴും അറിയാം. ചില ആൾക്കാരോട് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെ തന്നെ മതി, അതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട എന്നിങ്ങനെ അവരെ മൊത്തത്തിൽ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് കർത്തൃത്വം നടത്തും. ഇയാൾ പറഞ്ഞ അപ്പുറത്ത് നെല്ലട നീങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ് കർത്തൃത്വം നടത്തും. പക്ഷെ ചിലരങ്ങനെയല്ല. അവർ പറയും, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളായിരുന്നു. ഇനി യേശു ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വചനത്തിലൂടെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പറയും. അർത്ഥം കർത്തൃത്വമാക്കി കൊടുത്തിരിക്കുന്നു. നമ്മളാണ് കർത്തൃത്വം എടുത്തത്. ഒരാൾ എൻ്റെ അടുത്ത് വന്നാൽ പറയും, സിസ്റ്ററെ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, നീ എൻ്റെ അപ്പുറത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ മൊത്തത്തിൽ പിഴിഞ്ഞ് കൊങ്ങയിൽ തൂക്കി വെച്ച് കർത്തൃത്വം നടത്തും. ഞാൻ അങ്ങോട്ടും വിടൂല, ഇങ്ങോട്ടും. ഇതാണ് കർത്തൃത്വം. നിങ്ങൾക്ക് മനസ്സിലായോ? ലൂസിഫർ അവിടെ ചെന്ന് കർത്തൃത്വം ഏറ്റെടുക്കാൻ പോയി. ഒറ്റ വെട്ട്. നിഗളവും വന്നു, കർത്തൃത്വവും വന്നു. ഒറ്റ വെട്ടോടും കൂടെ എന്ത് ചെയ്തു? താഴെ വന്ന് വീണു. സ്വതന്ത്രം. നമുക്ക് ആരുടെ മേലെന്തില്ല. നമ്മുടെ കർത്തൃത്വം നടത്തുന്ന ആരാ? ഓ സ്വതന്ത്രം. ആമേൻ. പിന്നെ നമുക്ക് ആലോചന പറഞ്ഞു കൊടുക്കാം. എങ്ങനെ? ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ്, അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ്, അടുത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് പറ്റൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതേ പറയാൻ പറ്റും. അതേസമയം കർത്തൃത്വം നടത്തുന്ന ഒരാളാണെങ്കിൽ ഇതല്ല, പിന്നെന്തെന്ന് പറയും, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതോടും കൂടെ വെട്ടും. അവരെ മൊത്തം പിടി. ഇവരെല്ലാം സ്വർഗത്തിൽ പോകുമ്പോൾ എത്ര അവരുടെ കർത്തൃത്വത്തിൻ്റെ കണക്ക് കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ കർത്തൃത്വം എടുക്കല്. കർത്തൃത്വം ആരെടുക്കണം? അപ്പോൾ ഇവന് വെളിപ്പെട്ടു, കർത്താവ് എന്നെ ഓർക്കണം. ഇത്രയും വെളിപ്പാട് പ്രാപിച്ചവനോട് എൻ്റെ ദൈവം പറഞ്ഞ മറുപടി അടുത്ത വാക്ക് വായിച്ചേ. യേശു അവനോട്, ഞാൻ പറയും, ഏത് പാപിക്കും യേശു ആരാണെന്ന് വെളിപ്പെട്ടാൽ, യേശുവിൻ്റെ അടുത്ത് വന്നാൽ യേശുവിൻ്റെ റിപ്ലൈ ഇതേ ഉള്ളൂ. ഏത് കൂടും പാവിയും ഇത് വെളിപ്പെട്ട യേശു, ഇതുപോലെ വെളിപ്പെട്ട യേശുവിൻ്റെ അടുത്ത് വന്നാൽ യേശുവിൻ്റെ മറുപടി ഇതേ ഉള്ളൂ. ഏത്? ഈ പറയുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. വായിച്ചേ. ഇന്നു നീ എന്നോട് കൂടെ. കണ്ടോ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അടുത്ത വരി. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു എങ്ങനെ പറയുന്നു? ആണയിട്ട്. ആരാധனை നായകൻ നീരേ, ആരാധனை வேண்டனும் நீரே, ஆராதனை நாயகன் இயேசு, ஆராதனை வேண்டனும் இயேசு, ஆயுள் முடியும் வரை உம்மை தொழுதிடுவே, ஆயுள் முடியும் வரை உம்மை தொழுதிடுவே,
ஆராதனை நாயகன் நீரே, ஆராதனை வேண்டனும் நீரே, ஆராதனை நாயகன் இயேசு, ஆராதனை வேண்டனும் இயேசு, ஆராதனை நாயகன் இயேசு, ஆராதனை வேண்டனும் இயேசு. ஆயுள் முடியும் வരെ അങ്ങേ സ്തുതിച്ചിടുമേ, ആയുസ് തീരും വരെ അങ്ങേ പുകഴ്ത്തിടുമേ. ആരാധനൈ നായകൻ നീരേ, ആരാധന വേണ്ടൻ യേശുവേ, ആരാധന നായകൻ യേശു, ആരാധന വേണ്ടൻ യേശു. ഹല്ലേലൂയ. ഏത് കുടുംബാവി യേശുവിൻ്റെ അടുത്ത് വന്നാലും ഇതുപോലെ വന്നാലും അവനോട് പറയുന്ന മറുപടി, മോനെ ഞാൻ നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ. ആരാ കൂടെ ഇരിക്കും? ആരാ കൂടെ ഇരിക്കും? ആരാ കൂടെ ഇരിക്കും? ആരാ കൂടെ ഇരിക്കും? കൂടെ നടന്ന ഒറ്റെണ്ണത്തിന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? നോക്ക്, എത്ര എണ്ണം ഓടിയ നോക്ക്. ആ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് എത്ര എണ്ണം പോയാൽ നോക്ക്, കൂടെ ഇരിക്കാൻ പറ്റുമോ? പക്ഷെ ഇതുവരെ ഒറ്റ പ്രസംഗം പോലും കേൾക്കാത്തവൻ കണ്ടോ? അവന് ആരാധന അറിഞ്ഞുകൂടാ, അവന് വർഷിപ്പ് അറിഞ്ഞുകൂടാ, ആരാധന അറിഞ്ഞുകൂടാ, പ്രസംഗം അറിഞ്ഞുകൂടാ, ആഴത്തിപ്പണി എന്ന് അറിഞ്ഞുകൂടാ, പൊക്കിപ്പണി എന്ന് അറിഞ്ഞു, ഒന്നും അറിഞ്ഞുകൂടാ. ഒന്നറിയാം, യേശുവിനെ ഭയപ്പെടണം. ഇത് ദൈവം, ദൈവത്തിൽ പാപം ഇല്ല, പാപം ചെയ്യുന്നതിന് ശിക്ഷ ഉണ്ട്. ഈ കിടക്കുന്ന ദൈവത്തിന് രാജ്യത്വം ഉണ്ട്. ഈ കർത്താവ് എന്നെ ഓർത്താൻ ഞാൻ പോകല്ല. ഇത്ര വെളിപ്പെട്ടു. വെളിപ്പെട്ടവന് കിട്ടിയത് സ്വർഗത്തെ യേശുവിനെ. ഇനി ഇതിലപ്പുറം എന്ത് വേണം? അപ്പോൾ പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെട്ടവൻ ചിലത് പ്രാപിച്ചിട്ടുണ്ട്, ചിലത് അനുഭവിച്ചിട്ടുണ്ട്. അവനെ അകറ്റി മാറ്റാൻ കഴിയത്തില്ല. പഴയ നിയമത്തിന് പുതിയ നിയമത്തിനകത്ത് ഞാൻ പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 14 ടക്കൻ എടുത്തിട്ട് നമുക്ക് പോകാം. 2 ഭാഗങ്ങളിൽ പോകണം. ഇനി ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പോകണം, ലൂക്കോസ് സുവിശേഷത്തിൽ പോകണം, മത്തായി സുവിശേഷം 7 പോകണം. മത്തായി 7 സ്വത്രം മത്തായി 7 വായിക്കുമ്പോൾ അവിടെ ഇതാ ഒരുപാട് പേർക്ക് വെളിപ്പെടാത്തത്. ചിലർക്ക് വെളിപ്പെട്ടു, ഒരുപാട് പേർക്ക് വെളിപ്പെട്ടില്ല. 24 വായിച്ചേ, 24 മുതൽ വായിച്ചേ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ബുദ്ധി ഇതാണ്. ക്രിസ്തുവിൽ പണിയുന്ന പണിയുള്ളവനാണ് ബുദ്ധിമാൻ. അവന് ലോകത്തിൽ ചിലപ്പം പറയത്തക്കത് ഒന്നും കാണൂല, കേൾക്കത്തക്കതും പറയത്തക്കതും ഒന്നും കാണൂല. അടുത്ത വരി. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. നല്ല ആഴത്തിലാണ് പണിതത്, നല്ല ആഴത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ പഞ്ച ഇന്ദ്രിയങ്ങളും മരിപ്പിച്ചുള്ള ആരാധന. വചനം കേൾക്കുമ്പോൾ ആ വചനം ആഴത്തിലിറങ്ങി, ആ വചനം അകത്തിറങ്ങി എന്നെ കൊന്നിട്ട്, എൻ്റെ ജഡത്തെ കൊന്നിട്ട്, ആ വചനത്തിൻ്റെ ജീവൻ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ എല്ലാ ഭാഗത്തും ഇറങ്ങിയിട്ട് എൻ്റെ അകത്ത് നിയന്ത്രിക്കുന്ന നിയന്ത്രണ ചക്രത്തെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വചനം മറ്റൊരു നിയന്ത്രണത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നൊരു പണി. വെളിപ്പെട്ടോന്ന് എനിക്കറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഓ ജീസസ്, ജീസസ്. പഞ്ച ഇന്ദ്രിയങ്ങളും നമ്മൾ എല്ലാം തോറ്റിട്ട് എന്തെന്ന് പറയുന്നറിയാമോ? നമ്മളെന്തെന്നറിയാമോ? ഇതിനൊന്നും ആഗ്രഹമില്ല. നമ്മൾ തോറ്റിട്ട് പറയും ഞാൻ എല്ലാം തോറ്റ് തൊപ്പിയിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ എണ്ണത്തിന് ജയം പ്രാപിക്കാൻ പറ്റൂലെന്നാണോ ഇതിൻ്റെ അർത്ഥം? ജയിച്ചു നടക്കുന്ന ഒരുപാടുണ്ട്, വിശ്വാസത്താ ജയിച്ച് ജീവിക്കുന്ന ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കും ഞാൻ ഇനി പാവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇല്ല. നീ പാവിയെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞ അങ്ങ് ആഴ്ച ഒരു ഞായറാഴ്ച ദിവസം പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു വരി പറഞ്ഞു. എന്തോന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, നീ സ്വത്രം നിൻ്റെ കുഴപ്പവും കുറവും എല്ലാം നിനക്ക് വെളിപ്പെട്ടല്ലോ. വെളിപ്പെട്ടു. നീ എവിടെയാണ് കിടക്കുന്നത് വെളിപ്പെട്ടല്ലോ. ഒക്കെ വെളിപ്പെട്ടു. അപ്പം പിന്നെ നീ ആ ചെളി കിടന്ന് ഉരുളേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ നിന്ന് എഴുന്നേറ്റ് എവിടെ നിന്നാണോ ചെളി പോയത് അവിടെ തിരിച്ചു വന്നൂടെ? അതിനി ആരെങ്കിലും വന്ന് ദൂത് പറയണോ നീ ചെളിയിൽ നിന്ന് വന്ന്? നിനക്ക് വെളിപ്പെട്ട് തന്നില്ലേ ദൈവം? നീ ഇപ്പോൾ കിടക്കുന്നത് നീ എവിടെയാണ് നിന്നെന്നും. പിന്നെ ഇനി ആരും പറയാതെ നിനക്ക് തിരിച്ചു വന്നൂട്ടെ?
ഇനി അവിടെ കിടന്ന് ഉരുണ്ട് ഞാൻ ഭാവി എന്ന് പറഞ്ഞ് ഉരുണ്ട് പറഞ്ഞു കിടക്കാനാണോ? കർത്താവേ എനിക്ക് ഞാൻ ഇതാ സ്വത്രം എൻ്റെ ജഡമോഹം വരുന്നു കർത്താവ് എന്നെനിക്കറിയാം. ജഡത്തിനകത്ത് ഉരുണ്ട് കിടക്കുകയാണെന്നറിയാം. ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ജഡമോഹത്തിൽ കിടക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ദൈവം ക്ഷമിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. നിന്നെപ്പോലെ ലോക തോൽവി ആരുമില്ലെന്നേ കർത്താവ് പറയൂ. നിനക്കൊരു വഴി ഞാൻ ഇട്ടിട്ട്, ഞാൻ നടന്ന വഴി ഇട്ടിട്ട് നീ വിശ്വാസത്താൽ നിന്റെ ജഡത്തെ മരിപ്പിക്കാൻ എൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ വീണ് കിടക്കാൻ നിനക്ക് മനസ്സില്ലാതെ നീ പറഞ്ഞു നീ പറയുന്നു ഞാൻ പാവി എന്ന് പറഞ്ഞു ശരി, നീ പാവി തന്നെ പറയുന്നുണ്ട്, നിനക്കറിയാം നിന്റെ പാവം എന്നറിയാം. പക്ഷെ നീ അവിടെ കിടന്നെടുത്ത് എന്നെ കിടന്ന് ഉരുളാതെ തിരിച്ചു വാ. അവിടെയാണ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നു പാറമേൽ പണിതതിന് ആർക്കും ഇളക്കാൻ പറ്റത്തില്ല. അത് അടിത്തറയുണ്ട്, അത് ക്രിസ്തുവാണ്, ക്രിസ്തുവിലാണ്, അത് പോകത്തില്ല. ആ ക്രിസ്തുവിലുള്ളത് ഊറ്റി കുടിച്ച് ഓരോ സെക്കൻഡും ക്രിസ്തുവിനെ രുചിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് അവൻ പറയും എനിക്ക് അപ്പനെ വിട്ട് മോഹം പറ്റത്തില്ല. ഇല്ല ഞാൻ വിടില്ല, എന്നെ വിടടാ ഞാൻ വിടില്ല, എന്നെ വിടടാ ഞാൻ വിടില്ല, എന്നെ വിടടാ ഞാൻ വിടില്ല, അപ്പനെ വിടില്ല അപ്പനെ ഞാൻ വിടില്ല. നിങ്ങൾക്ക് ഈ വചനം എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഞാൻ നിന്നെ വിടില്ല. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തേക്ക് പെട്ടെന്ന് പോകുമ്പോൾ അതിനകത്ത് 14-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പണി കണ്ടോ എവിടെയാണെന്നോ കണ്ടല്ലോ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 32-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 28 മുതൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഞാൻ ഇറങ്ങി തിരിച്ചാൽ ആൾക്കാർ ഒരുപാട് വരുമെന്ന് മുമ്പേ കയറെറിഞ്ഞോളണം. മുമ്പേ എന്ത് ചെയ്യണം? ഒരു മുഴം കയറ്. ഞാൻ ആർക്ക് വേണ്ടി ഇറങ്ങി ആരോടെ എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ അപ്പൻ്റെ പുറകെ നേരത്തെ കേട്ട പോലെ ഞാൻ ഇറങ്ങിയതാണ്, എനിക്കിഷ്ടമാണ് പോകാൻ, ഇറങ്ങി. അപ്പോൾ ഒരു മുഴം കയറ്. അപ്പോൾ സ്തോത്രം പണിയാൻ തീർപ്പാൻ വകയുണ്ടോയെന്ന് ഇരുന്ന് ചിന്തിക്കണം. അതെങ്ങനെ ചിന്തിക്കും? കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് പോകാനും ക്രിസ്തുവിലുള്ളത് നിറയാനും എനിക്ക് പണിയാൻ വകയുണ്ടോ എന്നെങ്ങനെ ചിന്തിക്കും? 1 പണിയണമെങ്കിൽ വിശ്വാസം വേണം, 2 ദാഹം വേണം, 3 വചനത്തിൻ്റെ വെളിപ്പാട് വേണം, 4 ആഴത്തിലിറങ്ങി വില കൊടുക്കാൻ ആഗ്രഹം വേണം. ഇത്രയുണ്ടെങ്കിൽ ഞാൻ പറയാം ഇത് പൂർത്തീകരിക്കുകയും ചെയ്യും, സ്വർഗത്തിലെത്തുകയും ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. ഇത് വീഴൂല. ഇരുന്ന് നീ ആലോചിച്ചിട്ട് ഇറങ്ങാവോ? ആളുകൾ പറയും അല്ലെങ്കിൽ നീ വീണുപോയെന്ന്, പിന്മാറിപ്പോയെന്ന്. ആമേൻ. ഇന്നത്തെ വചനം എത്രർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിഞ്ഞൂടാ. അടുത്തവർ വായിച്ചേ. ഇരുന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം, അല്ലെങ്കിൽ ഇറങ്ങി തിരിച്ചു 2 പാട്ടും 2 പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്മാറിപ്പോയെന്ന് കേൾക്കാം. അടുത്തവര് തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. ചില കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിൽക്കും, പിന്നെ ആളിനെ കാണൂല, തീർപ്പാൻ വകയില്ല. അപ്പോൾ അടുത്ത ആൾക്കാർ പറയും ഇന്ന ആള് ഭയങ്കര ഇതായിരുന്നു, ഇപ്പം കാണാനില്ല. സംഭവം പോയി. സംഭവം അകത്തുള്ളതെല്ലാം 1 ദൈവനാമം ദുഷിക്കപ്പെട്ടു, 2 അവരുടെ ശക്തി, പറഞ്ഞ ആളുടെ ശക്തിയും കൂടെ കുറേ ഇവർ കാരണം മറ്റേ അതിൻ്റേതായ രീതിയിൽ പുറത്ത് കാണുമ്പോഴും ജീവിതത്തിനകത്ത് വിശുദ്ധി വരുമ്പോഴും രഹസ്യത്തിൽ പണിയുമ്പോഴും എല്ലാം വേണം നമ്മുടെ ജീവിതത്തിനകത്ത്. അല്ല ഞാൻ എല്ലാം കുഴിച്ച് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കുഴിച്ച് ഒളിച്ച് കടവിനകത്ത് ഇരുന്നാലൊന്നും പറ്റൂല. എല്ലാം വരണം. പുറത്തില്ലാതെ അകത്ത് മാത്രം മതിയോ? അല്ല, പുറത്ത് വന്നില്ലെങ്കിൽ പിന്നെ ആൾക്കാരെന്ത് പറയും? സ്തോത്രം വരണം. അടുത്ത വരി വായിച്ചേ. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി. എന്തൊക്കെ പോയി എല്ലാം ഇവിടെ ഇനിയിപ്പോൾ പറ്റൂല, നമ്മളെ പ്രാർത്ഥന പറ്റൂല, ഇവിടെ കള്ളവചനമാണ്, ശരിയല്ലാത്ത വചനമാണ്, ഇവിടെ തെറ്റായിട്ടുള്ള വചനമാണ്, ഇവിടെ സ്നാനമില്ല പോലും, ഇവിടെ അഭിഷേകമില്ല പോലും, ഇവിടെ കൃപാവരമില്ല പോലും, ഇവിടെ രക്ഷിപ്പില്ല പോലും, ഇവിടെ എല്ലാം കള്ളന്മാരാണെന്ന് പോലും, ഇവിടെ എല്ലാം മൊത്തം പ്രസംഗമില്ലാത്ത ആരാധനയാണ് പോലും എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പറക്കൊക്കെ എല്ലാം കൂടെ വലിച്ചു കളഞ്ഞിട്ട് ഇറങ്ങി. അടുത്ത വരി. തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ജയജീവിതം നയിക്കാൻ ഒരു റൂട്ട് ദൈവം ഇട്ടിട്ടുണ്ട്, തന്നിട്ടുണ്ട്, വചനത്തിനകത്തുണ്ട്. നമ്മൾ വിശ്വസിച്ച് അത് ഉറപ്പായിട്ട് ഒരുപാട് ഭക്തന്മാർ ഈ മുഴി ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. വിശ്വാസത്താൽ തങ്ങളെ തന്നെ ആത്മാവിന് വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഞാൻ പറയാം ഉണ്ട്.
ഉണ്ട് ഉണ്ട്. കാരണം അവർ വെളിപ്പാട് കാണുന്നുണ്ട്, അവർ വചനം കാണുന്നുണ്ട്, അവർക്ക് യേശുവിനെ വെളിപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് കുറവില്ല, അവർക്ക് പണിയലുണ്ട്, അവർ രഹസ്യത്തിൽ പണിയുന്നുണ്ട്. അതുപോലെ പരസ്യത്തിലും ആമേൻ അപമാന പാത്രമായിട്ടല്ല, നിന്ന പാത്രമായിട്ടല്ല, ക്രിസ്തുവിന് കൊടുക്കേണ്ട വില കൊടുത്ത് മഹത്വം കൊടുത്ത് അവർ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വരി വായിച്ചേ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുൻപേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? അടുത്ത വരി. പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ. ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തനിക്കുള്ളതെല്ലാം വിട്ടു പിരിയുന്നതാണ് ആഴത്തിൽ. വെളിപ്പെട്ടോന്ന് എനിക്കറിയാം. നമുക്കുള്ളതെല്ലാം, നമ്മളിലുള്ള സ്വയങ്ങളെല്ലാം ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സകലത്തിനെയും വിട്ടുപിരിഞ്ഞ്, എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടുപിരിഞ്ഞ്, ആ ക്രിസ്തുവിൻ നേരത്തെ വചനം പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അകത്ത് ആ വചനം ഇറങ്ങി, എൻ്റെ ജഡത്തിൻ്റെയും എൻ്റെ ദേഹി ആത്മാവിനകത്ത് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി, യേശുവിൻ്റെ രക്തം ഇറങ്ങി, വചനം ഇറങ്ങി, ആത്മാവ് ഇറങ്ങി എന്നെ ഉടച്ച് പണിത് എനിക്ക് പ്രവർത്തിക്കാൻ, എൻ്റെ ജഡത്തിന് പ്രവർത്തിക്കാൻ അനുവാദമില്ലാതെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് ആമേൻ മുഴുവനും നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര് 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 ആമേൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വ്യക്തി. ആരാണ്? അയാൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, അയാളെല്ലാം വിട്ട് പിരിഞ്ഞ് അപ്പനോട് കൂടെ എല്ലാത്തിലും ഒന്നാമത് എവിടെ നിൽക്കുന്നു? എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മുഴുവൻ ആർക്ക് കൊടുക്കുന്നു? ദൈവത്തിന് കൊടുക്കുന്നു. മഹത്വം മുഴുവൻ, മഹത്വവും പുകഴ്ചയും ബഹുമാനം മുഴുവൻ ആർക്ക് കൊടുക്കുന്നു? ദൈവത്തിന് കൊടുക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടെ, കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അത് അംഗീകരിക്കും ശ്രദ്ധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, ഇതിനകത്തുള്ള ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എന്നെയും കൂടെ ചേർത്ത് വെച്ച് പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നൊരു വിഷയമായിട്ട് എടുക്കാം. ശ്രദ്ധിച്ചേ. സ്വത്രം. വചനവും പാട്ടും പ്രാർത്ഥനയും കയ്യടിയും എല്ലാം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഉറക്കം വരില്ല, അല്ലേ? കുറച്ച് പേർക്കെങ്കിലും. അതേസമയം പ്രാർത്ഥന മാത്രം 2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചാൽ എത്ര പേര് ഉറങ്ങാതിരിക്കും? ഇതൊക്കെ ശരിക്കും നമുക്ക് അവരുള്ള സത്യം പറഞ്ഞു. സ്വത്രം. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഇത് വരും. ചിലരെ കണ്ടിട്ടുണ്ട് മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവർ ഞാൻ ചിലയിടത്തൊക്കെ പ്രാർത്ഥന വയ്ക്കുമ്പോൾ 2, 2.5, 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുമ്പോൾ സ്വത്രം ആരും കാണൂല, വേറെ 1-2 പേരെ കൂടെ കാണൂ, 1-2 പേരെ കൂടെ കാണും. ഞാൻ ഇടയ്ക്കിടെ കണ്ണു തുറന്നു നോക്കും, ഇവർ ഉറങ്ങുന്നുണ്ടാവും. സ്വത്രം. ഞാൻ സത്യം പറഞ്ഞ് വെറുതെ അല്ല പറഞ്ഞത്, സത്യം. ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഉണ്ടല്ലോ അവരെല്ലാം മുട്ടിൽ നിൽക്കുക. എനിക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ കണ്ണ് നിറയുന്നെങ്കിൽ അതെല്ലാം ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ തരികൾ മാത്രമാണ്. ഞാൻ ചിന്തിച്ചു, അപ്പാ, ഈ മുഴു ലോകത്തിലും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉറക്കം തൂങ്ങുന്ന ലോകത്തിൻ്റെ നടുവിൽ മണിക്കൂറുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചാലും നട്ടല്ലോടിയുന്ന വേദന നട്ടലിൽ വന്നാലും അതറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ പ്രസംഗത്തിൻ്റെയൊക്കെ പാട്ട് വന്നില്ല. ഇന്ന് സിസ്റ്ററിൻ്റെ പ്രസംഗം അത്ര എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്താ പാട്ടൊന്നുമില്ലായിരുന്നല്ലോ, ഇന്നെല്ലാം ഉറക്കം, ഇന്ന് ഒരു സുഖമില്ലായിരുന്നു. സത്യമാണ് ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് അവർ എന്നോട്. ഇന്ന് ആ പാട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മളൊക്കെ ജീവൻ പ്രാപിച്ചു. കാരണം ഉറക്കം വന്നിരുന്നാലും ചാടി. പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന മാത്രമാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു നോക്കിയേ, വചനത്തിൽ കൂടെ പോലും നമുക്കിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ പ്രാർത്ഥന മാത്രമുള്ളിടത്ത് നോക്കും ഞാൻ. അപ്പോൾ അതൊക്കെ വേറെ ഒന്നും വരില്ല, അവിടെ വചനം വരില്ല, ആഴം വരില്ല, ദൂത് വരില്ല, ഒന്നും വരില്ല. ആത്മാവിൽ പോരാടി ആത്മാവിൽ സഞ്ചരിച്ച് ആത്മാവിൽ ആഴങ്ങൾ ഇറങ്ങിയുള്ള പ്രാർത്ഥനകൾ വെളിപ്പെടുമ്പോൾ അത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും തീരുവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും. ഞാൻ മാത്രമാണ് ഇരിക്കുന്നത്, ഇവൻ്റെ ശബ്ദം മാത്രം വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഉറങ്ങി വീണോ നോക്കുമ്പോൾ ഇവർ എന്നെക്കാളും പവർഫുള്ളായിട്ട് ഞാൻ താഴെ ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കസേര ഇരിക്കുന്നെങ്കിൽ, ഞാൻ എഴുതിയിട്ട് നിൽക്കുന്നെങ്കിൽ ഇവർ മുട്ടുകുത്തി നിൽക്കുന്ന മണിക്കൂറുകൾ കൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നീ അളന്ന അളവല്ല. ഇതിനകത്തൊരു അഭിഷേകം ഇറങ്ങണം.
ഒരു അഭിഷേകം ഇറങ്ങണം, ഒരു അഭിഷേകം ഇറങ്ങണം, ഒരു ആത്മാവിന്റെ ശക്തി വെളിപ്പെടണം, ഒരു ആത്മാവിന്റെ കൃപ ഇറങ്ങണം, ഒരു ആത്മാവിന്റെ കൃപ ഇറങ്ങണം. ആഴത്തിൽ പണിയുന്നൊരു പണി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പണിതെല്ലാം എങ്ങനെയാണ്? ആഴത്തിൽ, ആർക്കും തകർക്കാൻ പറ്റത്തില്ല. പണിവാൻ അല്ല. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടുമ്പോൾ ഇരുന്ന് 20,000 വരുന്നതിനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലേ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരുത്തിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അർത്ഥം, ആഴത്തിൽ പണിയുന്നവൻ ശിഷ്യനാണ്. ആഴത്തിൽ പണിയുന്നവൻ ആരാണ്? ശിഷ്യനാണ്. അവൻ തന്നെ താൻ ത്യജിക്കും. ലോക മനുഷ്യൻ കാണാനല്ല, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം, ആഴത്തിലുള്ള ജീവിതം, രഹസ്യത്തിലും പരസ്യത്തിലും വിശുദ്ധ ജീവിതം. ആരെയും കാണിക്കേണ്ട. ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? എൻ്റെ പ്രസംഗം ഇഷ്ടമായോ? എൻ്റെ പാട്ട് ഇഷ്ടമായോ? ആൾക്കാർക്കെല്ലാം തൃപ്തിയായോ? അയ്യോ ഭയങ്കര അത്ഭുതം, ഭയങ്കര ഉണർവെന്ന് ആൾക്കാർ പറഞ്ഞു. അത് ദൈവം പ്രസാദിച്ചോ? അതിനകത്ത് പാമ്പിറങ്ങി ഇഴഞ്ഞ് ആഴത്തിൽ ഇറങ്ങി വന്ന് ഇഴഞ്ഞു വന്ന ആൾക്കാരുടെ തലയിൽ കൈവച്ചോ എന്നല്ല, യേശു വന്ന് തൊട്ടോ. ഇനി ആരെങ്കിലും സ്വോത്രം പറയുന്നവരുണ്ടോ? ഇന്നിനാരെങ്കിലും സ്വോത്രം പറയുന്നവരുണ്ടോ? സ്വോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഏതെങ്കിലും നേരത്തെ കേട്ട പോലെ വല്ല ആത്മാവിലും പിടിപെട്ട് കിടന്ന് തലവത്തിന് തുള്ളിച്ചാടി മറിഞ്ഞ് എന്തൊരു ഭയങ്കര ഒരു ഇളക്കച്ചാട്ടമൊക്കെ കാണിച്ചിട്ട് അവസാനം സ്വോത്രം, അവസാനം പണിയെല്ലാം പുറത്തൂടെ. ഒരിളക്കച്ചാട്ടം ഞാൻ എന്തോ ഭയങ്കരത്തതെന്നൊക്കെ പറയും. കാറ്റടിക്കും ഇത് അടക്കുന്ന. കാരണം എന്താ? സത്യാത്മാവല്ലെന്നേ. ഈ പുറത്ത് കാണുന്ന ഇളക്കച്ചാട്ടത്തിലൊന്നുമല്ല കാര്യം. മേൻ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ സ്നേഹിതരെ. ആഴത്തിലിൻ്റെ അകത്ത് നിങ്ങളുടെ അകത്ത് ഇറങ്ങട്ടെ. ഉൽപ്പത്തി മുതൽ വെളിപ്പാടിൽ വരെ ധ്യാനിക്കുമ്പോൾ ദാനിയേൽ എൻ്റെ അപ്പൻ ആഴത്തിൽ പണിയാൻ തുടങ്ങിയപ്പോൾ ദാനിയേലിന് അനേകർക്ക് വെളിപ്പെടാത്ത വെളിപ്പാടുകൾ ദൈവം കൊടുത്തു. ദാനിയേലിന് അനേകർക്ക് വെളിപ്പെടാത്ത വെളിപ്പാടുകൾ ദൈവം കൊടുത്തു. ഒരിക്കൽ സ്വത്രം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഒരിക്കൽ ഇതാ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ഹല്ലേലൂയ നെബൂഖദ്നേസർ ഉറങ്ങാൻ പോകുമ്പോൾ താൻ ചത്താൽ എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഇതൊക്കെ പലതും ചിലതുമൊക്കെ ചിന്തിച്ച് സ്വപ്നം കണ്ടു. അമ്മേ, സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? അമ്മേ, ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 31-ാം വാക്യം മുതൽ വായിച്ചിട്ട് അങ്ങനെ വായിച്ചേ. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം. രാജാവ് ഭയങ്കരമാകുന്ന ഒരു ദർശനം കണ്ടു. പക്ഷെ രാജാവ് നോക്കിയിട്ട് മറന്നുപോയി. രാജാവ് നോക്കിയിട്ട് ഇത് ചെയ്തു, മറന്നുപോയി. ശ്രദ്ധിച്ചു കേൾക്കണേ. നിർത്താൻ സമയം കറക്റ്റ് സമയത്ത് നിർത്തും. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. നോക്കിയേ, രാജാവ് നോക്കി. അയ്യോ എന്താകും ഏതാകും നോക്കിക്കൊണ്ട് കിടക്കുമ്പോ ഇതാ സ്വപ്നം കാണുകയാണ്. ഒന്നുകൂടെ വായിച്ചേ. രാജാവ് കണ്ട ദർശനമോ. നോക്കിയേ, സ്വപ്നം കണ്ടോ? ആരും വ്യാഖ്യാനിക്കലില്ല, ആരും പറഞ്ഞു കൊടുക്കാനില്ല. രാജാവിന് സ്വപ്നം മറന്നുപോയി, അർത്ഥം അറിഞ്ഞുകൂടാ, ഒന്നും അറിയത്തില്ല. രാജാവ് വ്യസനിച്ചു, രാജാവ് ഭാരപ്പെട്ടു. രാജാവ് എല്ലാവരും വിളിച്ചു നോക്കി, പലരെയും കൊണ്ടുവന്നു. രാജാവിന് പറഞ്ഞുകൂടാ, ആരും പറഞ്ഞു കൊടുത്തില്ല. അന്ന് വരെ സേവിച്ച ഒന്നിനും രാജാവ് സ്വപ്നം കണ്ട സ്വപ്നമോ അതിന്റെ ആഴമോ വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ആഴത്തിൽ കുഴിച്ച ഒരുത്തൻ ആ പാട്ടണത്തിൽ ആ ദേശത്തിൽ ഉണ്ടായിരുന്നു. ആഴത്തിൽ കുഴിക്കുന്നവന് ക്രിസ്തുവിന്റെ ഹൃദയ രഹസ്യം വെളിപ്പെടും. ഇന്ന് ഞാൻ പറയാ, ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല, വരാൻ പോകുന്നത് പോലും ആഴത്തിൽ വെളിപ്പെടും. ഇവിടെ ഇതാ കള്ളന് വെളിപ്പെട്ടു, ചിലത് വെളിപ്പെട്ടു. ഇവിടെ ദാനിയേൽ കർത്താവ് ചിലത് അവന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് മഹത്വം. അവൻ മഹത്വ സ്വതം ഏറ്റെടുത്തില്ല. ഓ സ്വത്രം. സിംഹത്തിന്റെ കുടിക്കകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ആൾക്കാരെല്ലാം ചിന്തിച്ചു, ദാനിയേൽ പറഞ്ഞു, ദൈവം സിംഹത്തിന്റെ വാ. ഞാനെങ്കിൽ പറയും ചുമ്മയല്ല, എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഞാൻ അടച്ചിട്ട് അവനെ തള്ളിയിട്ടു. കണ്ടോ? അതിനകത്ത് നടന്നൊന്നും അറിഞ്ഞില്ല. ഞാൻ പറയും എനിക്ക് അടുത്ത ആൾക്കാർ കൂടെ 10 പേര് കൂടെ വരാൻ വേണ്ടി ഞാൻ പറയും, ഞാൻ ഉണ്ടല്ലോ കെട്ടിപ്പിടിച്ച് ഒറ്റപ്പിടി. അതാണ് അത്. നിങ്ങളൊന്ന് പേടിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കെട്ടിപ്പിടിച്ച് ഒറ്റ പെതുക്കുമ്പോൾ അതങ്ങ് നിൽക്കും. നിങ്ങൾ പിള്ള പള്ളി വാ എന്ന് പറയുമായിരുന്നു. ദാനിയേൽ അങ്ങനെയല്ല പറഞ്ഞത്. ദാനിയേൽ പറഞ്ഞു, ആമേ, സിംഹത്തിന്റെ വായ എൻ്റെ ദൈവം വന്നങ്ങ് അടച്ചു, ഞാനൊന്നും ചെയ്തില്ല. മഹത്വം പോയതുണ്ട് ദൈവത്തിന്. ഹല്ലേലൂയ. മുഴുമഹത്വം പോയത് കണ്ടോ? നോക്കിയേ, ഇവിടെ ഇതാ പറയുകയാണ്, നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ ഇത് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? നോക്കിയേ, സ്വപ്നം അറിഞ്ഞുകൂടാ, അർത്ഥം അറിഞ്ഞുകൂടാ. അവിടെ എല്ലാത്തിനെ കൊന്ന് സ്വത്രം കൊല വിളിക്കുന്നുള്ള ഒരു ഹല്ലേലൂയ
ഓർഡർ പുറത്തു വന്നപ്പോൾ ദാനിയേൽ അങ്ങോട്ട് ചെന്നു. എനിക്ക് അല്പസമയം തരണമെന്ന് പറഞ്ഞു. ദാനിയേൽ തിരിച്ചു വന്നു. ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചവർ കിടന്നു. ആമ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. ആമ കണ്ട സ്വപ്നത്തെ കാണിച്ചു കൊടുത്തു. അതിന്റെ അർത്ഥം കാണിച്ചു കൊടുത്തു. ആഴത്തിൽ പണിയുന്നവൻ ചിലത് ആഴമായി ഗ്രഹിക്കും, ആഴമായി വെളിപ്പെടും. ഈ അന്ത്യനാഴികൻ സഹോദര സഹോദരി പൈതലെ, എനിക്ക് നിനക്കും ആഴമായി ചിലത് വെളിപ്പെടണം. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ, ടക്കൻ വായിച്ചേ. രാജാവ് കണ്ട ദർശനമോ ഒരു വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുൻപിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടു. തല എന്തുകൊണ്ട്? തങ്കം കൊണ്ട്. നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും. സെക്കൻഡിൽ വേണോ തകരാം? അങ്ങനെയെങ്കിൽ ഈ സെക്കൻഡിൽ യേശു വന്നാൽ നീ രക്ഷിക്കപ്പെട്ടോ? ഇപ്പൊ പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല എങ്കിൽ എന്ത് ഗ്യാരണ്ടിയിലാണ് ജീവിക്കുന്നത്? ഏത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിന്റെ ഗ്യാരണ്ടിയിലാണ് ജീവിക്കുന്നത്? ആ വാക്യ സിസ്റ്റർ ടക്കൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ, വായിച്ചേ. ഒരു കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു. അത് ഇങ്ങനെ തകർത്ത് നോക്കി. അടുത്ത വരി. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയി. വേനൽക്കാലത്തിലെ കളത്തിലെ പതിർ പോലെ ആയി. അടുത്ത് ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ഈ ഭരണം ഒരിടത്തും തങ്ങാതെ, ഈ കാണുന്നതെല്ലാം ഒരിടത്തും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? ഇനി ഈ ഭരണം മാത്രമേ തകരാനുള്ളൂ. ഏത്? ഇപ്പം ഭരിക്കുന്ന ഈ ഭരണം ഇപ്പം നടക്കുന്ന ലാസ്റ്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ലാസ്റ്റ് സെക്കൻഡിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഈ ഭരണം തകരുക മാത്രം. അതെപ്പോൾ തകരും? കല്ല് വീഴുമ്പോൾ കല്ല് കൈ തൊടാതെ ഒരു കല്ല് വന്ന് പറഞ്ഞു വീഴുമ്പോഴാണ് ഇവിടെ. ആമ, ഞാൻ ചോദിക്കട്ടെ, ഒഴുകിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്ത്? ബാക്കി എല്ലാം നിവൃത്തിയായി. ഇനി ഒറ്റ കാര്യം ഇവിടെ നിവൃത്തിയാകാനുള്ളൂ. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഒരുങ്ങിയിട്ടുണ്ടോ? ഇനി കാൽപാദം മാത്രമേ തകരാനുള്ളൂ. വായിച്ച അടുത്ത വരി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഒറ്റ കല്ല് വന്ന് അടിച്ചേ. സ്വത്രം. ആ കല്ല് എന്തായി തീർന്നു? ഒരു മഹാപർവ്വതം. അടുത്ത വരി. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. നോക്കേ, ആ കല്ല് എന്ത് ചെയ്തു? ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അടുത്ത് ഇതത്രേ സ്വപ്നം. മതി. ഈ കല്ലേത്? പറ. എൻ്റെ പാറയാകുന്ന യേശു രാജ്യത്തെ ഏറ്റെടുക്കുന്നു. തകർത്ത് തരിപ്പണമാക്കി. സ്തോത്രം. തച്ചുടച്ച് രാജ്യത്തെ ഏറ്റെടുക്കുന്നു. രാജാതിരാജാവാകുന്ന യേശു സ്വത്രം രാജ്യത്തെ ഏറ്റെടുക്കുന്നു. ഒരു കല്ല് പറഞ്ഞു വരാൻ സമയമായി. ഈ പ്രവചനത്തിൽ ഒറ്റ പ്രവചനമേ നിറവേറാനുള്ളൂ. ഈ ഒരു പ്രവചനം, കാൽപാദം മാത്രമേ ഇനി ഉള്ളൂ. അത് വീഴാൻ കല്ല് ഒരുങ്ങിയിരിക്കുക. കല്ല് വരാൻ സമയമായി. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടോ? ഇന്നലെ ഞാൻ രാത്രി പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആഴമായി തിരിഞ്ഞ് ഇന്നലെ വരാത്തവർക്ക് ഭയങ്കര. ഇന്നലെ എന്നെ രാത്രി ചിലർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സിസ്റ്ററെ ആരാധനയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടം വരുമായിരുന്നു. ആ 1 മണിക്കൂർ നേരമുള്ള വചനം എനിക്ക് നഷ്ടം വരുമായിരുന്നു. ഞാൻ അതിൻ്റെ തുടർക്കഥയായിട്ട് പറയട്ടെ. ഹല്ലേലൂയ. അവിടെ ഇതാ ഒരു അൽ-അഖ്സ പൊളിയാൻ സമയമായി. അവിടെ ഇതാ തകർന്നിട്ട് അവിടെ ഒരു ദേവാലയം യഹൂദന്മാർ പണിയാൻ സമയമായി. അതിനുമുമ്പ് രാജാവ് വെളിപ്പെടാൻ സമയമായി. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ?